അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സലഫി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പാലക്കാട് ജില്ലയിലെ മടപ്പല്ലൂർ തൗഫീഖിന്റെ ഒരു 11 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ആരോപണ ശബ്ദം കേൾക്കാനിടയായി. അതിനെ സംബന്ധിച്ച സത്യാവസ്ഥ വിശദീകരിക്കാനാണ് ഈ ഒരു സംസാരം നടത്തുന്നത്. തൗഫീഖ് തുടങ്ങുന്നത് ഇന്ന ഹാദൽ ഇൽമ ദീനുൻ എന്ന വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ്. വാക്കൊക്കെ നല്ല വാക്കാണ്, പക്ഷേ ഖവാരിജികളെ കുറിച്ച് പറഞ്ഞതുപോലെ നല്ല വാക്കാണ്, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ് എന്നതാണ്. പൂർവസൂരികളുടെ വാക്കുകൾ ഉദ്ധരിച്ച് കളവിന് ആയുധമാക്കുക എന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല. ഇതിന് മറുപടിയും തൗഫീഖിന്റെ ആരോപണത്തിന്റെ താഴെയുള്ള കമന്റുകളിൽ ഉണ്ട്. ആ കമന്റ് എഴുതിയിട്ടുള്ള ആൾ രാപ്പനി അറിയുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അജ്മൽ എന്നോ മറ്റോ ആണ് പേരുള്ളത്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ആ കമന്റ് ഈ ആളുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചുവടെ നോക്കിയാൽ കാണില്ല. ആവശ്യമുള്ളവർക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അതിപ്രകാരമാണ്: ആളുകളെ പറ്റി വിധി പറയുന്നതിന് മുമ്പ് ആദ്യം നീ പോയി പഠിക്ക് തൗഫീഖേ. നസീഫിന്റെ അടുക്കൽ 1 വർഷവും ബാംഗ്ലൂരിലെ പഠനവും അവിടുത്തെ ബഹത്തും പൂർത്തിയാക്കാതെ പഠിച്ചിറങ്ങിയ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? പല ഉസൂലിയായ വിഷയങ്ങൾ നിനക്കറിയില്ലെന്ന് അതിലെ അറിവുറവ് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ നീയാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? സ്വന്തം നഫ്സിന്റെ ഖദർ മനസ്സിലാക്കും. ഈ ആള് എനിക്ക് പരിചയമുള്ള ആളല്ല. ഇത്ര നിഷ്പക്ഷരായ ആളുകൾ ഇതിനെ വിലയിരുത്തുമ്പോൾ തന്നെ ഈ പറയുന്നവന്റെയും പറഞ്ഞതിന്റെയും ഖദർ എന്താണ് എന്നതിന് വേറെ തെളിവൊന്നും ആവശ്യമില്ല. ഈ ഇൽമ ദീനാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ശരിയായ ഇൽമല്ലെന്നും അതുകൊണ്ട് ശരിയായ ദീനല്ലെന്നും കേൾക്കരുത്, വായിച്ചു പോകരുത് എന്നൊക്കെ പറയുന്ന തൗഫീഖിനോട് ചോദിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, തൗഫീഖ് ഏതാനും വർഷം മുമ്പ് ഇവിടുന്ന് ഗൾഫിലേക്ക് പോയി. ഡ്രൈവർ വിസയിലാണ് പോയത്. ഒരറബിയുടെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയും കുട്ടികളെ സ്കൂളിലേക്കും മറ്റും കൊണ്ടാക്കുന്ന ഒരു ജോലിയും ഒക്കെയായി പോവുകയും അങ്ങനെ ഒരു ജോലി നടത്തുകയും ചെയ്തു. അതല്ലാതെ ഏതെങ്കിലും ഒരു ഷേഖിന്റെ അടുക്കൽ ഇരുന്ന് പഠിച്ചോ എന്നത് തൗഫീഖ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഇത് തൗഫീഖ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിസ ഇന്നതാണ്, ജോലി ഇന്നതാണ്. ആ കൂട്ടത്തിൽ എവിടുന്നൊക്കെങ്കിലും ഒക്കെ സൗകര്യപ്പെടുന്ന ആളുകളിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. പണിയെടുത്ത് നമസ്കരിക്കാൻ പോകുന്ന പള്ളിയിലെ മുഅദ്ദിനോടോ മറ്റോ എന്തോ ചോദിച്ച കാര്യം തൗഫീഖ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനപ്പുറമുള്ള വല്ല രേഖയും നിന്റെ പക്കൽ നിന്ന് ഇൽമെടുക്കാനുണ്ടെങ്കിൽ അത് ഇൽമെടുക്കുന്ന ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുന്ന നന്നായിരിക്കും. നമുക്ക് വേണ്ട. ആരെങ്കിലും എന്റെ ക്ലാസ് അബദ്ധവശാൽ എവിടെ മുകളിൽ പ്രതികരിച്ച ആളുകൾ പറഞ്ഞതുപോലെ കേട്ടുപോകുന്നുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലായിക്കൊള്ളട്ടെ. 4ാമത്തെ കാര്യം, ആരോപണം സാരമായ പോരായ്മകൾ, അബദ്ധങ്ങൾ, വ്യതിയാനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ആരോപണം. അതിനെക്കുറിച്ച് പറയാനുള്ളത് നീയും മുഹ്സിന്റെ അതേ പാതയിൽ തന്നെയാണ് എന്നതാണ്. അഖീദയിലും മനഹജിലും പിഴവ് സംഭവിച്ചു. എനിക്ക് മാത്രമല്ല, ഈ കൂട്ടായ്മയിൽ സക്കരിയ സലാഹിയോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ വ്യതിയാനമുണ്ട് എന്ന് അയല സംഗമത്തിൽ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആളുകളെ ചൂണ്ടി മുഹ്സിൻ പറഞ്ഞിട്ടുണ്ട്. മുഹ്സിൻ ഐദിദ് എന്ന് ഞാൻ പറയാത്തത് ബാപ്പയിലേക്ക് ചേർത്തി പറയുന്നത് അവന് ഇഷ്ടമാകില്ല എന്നതുകൊണ്ടാണ്. ഇന്നിന്ന വിഷയത്തിൽ ഇന്നിന്ന തരത്തിൽ പിഴവുകളുണ്ട് എന്ന് ഒന്ന് എണ്ണിപ്പറയണമെന്നാണ് തൗഫീഖിനെ ഉണർത്താനുള്ളത്. പിഴവുകൾ എണ്ണിപ്പറഞ്ഞാൽ പോരാ, ഇന്നിന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇന്നിന്ന തെളിവുകളുണ്ട് എന്നും പറയണം. അങ്ങനെ പറഞ്ഞ് പിഴവുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഇത് പറയാത്തിടത്തോളം ഞങ്ങളുടെ ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംഗതി മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസും കാണാം. അതുപോലെ തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ ഒന്നുകൂടി മുദ്ദഈ, മുദ്ദഅ രണ്ടുപേരെ കുറിച്ചുമുള്ള പരാമർശമുണ്ട്. തിർമിദി റിപ്പോർട്ടിൽ ഇന്നൽ ബയ്യിനത അലൽ മുദ്ദഈ, വാദിയുടെ ബാധ്യതയാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അപ്പോ ഒരുപാട് സാരമായ പോരായ്മകൾ, അബദ്ധങ്ങൾ, വ്യതിയാനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന തൗഫീഖ് എണ്ണി പറയുകയും ഓരോ വ്യതിയാനങ്ങൾക്കും ഇന്നിന്ന തെളിവുകൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് അത് തെളിയിക്കേണ്ടത് വാദിയുടെ ബാധ്യതയാണ്. അപ്പൊ തൗഫീഖിന്റെ കോർട്ടിലാണ് പന്ത്. നിങ്ങൾ വരി, നമുക്ക് ചർച്ചയ്ക്ക് പോകാൻ ടിക്കറ്റ് നമ്മൾ എടുക്കാം എന്നല്ല പറയേണ്ടത്. വാദി ആദ്യം തെളിവുകൾ ഉന്നയിക്കണം. ഇന്ന കാരണങ്ങളാൽ ഇന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന വിഷയങ്ങളിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, പോരായ്മകൾ വന്നിട്ടുണ്ട്, അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരോപണം ഉന്നയിക്കുന്നവരാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയാണ്. അതുകൊണ്ട് പല പ്രാവശ്യം ഈ വെല്ലുവിളി കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൗഫീഖിനോട് ഉണർത്താനുള്ളത്, നീ ഹക്കിന്റെ ആളാണെങ്കിൽ, സത്യത്തിന്റെ ആളാണെങ്കിൽ, പറയുന്നത് പരലോകത്തിന് വേണ്ടിയാണെങ്കിൽ, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ തൊള്ളപടായി വിളമ്പാതെ അങ്ങാടി പീടികക്കോലായിലെ ബസ് സ്റ്റോപ്പിലെ ഈ നിരങ്ങി നീങ്ങുന്ന
രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിക്കുന്ന ആളുകളുടെയെങ്കിലും ആ മാന്യത പോലും ഇല്ലാത്ത സംസാരങ്ങൾ നടത്തരുത് എന്നുള്ളതാണ്. പറയുന്നത് സത്യമാണെങ്കിൽ തെളിവുകൾ നിരത്തി അത് സ്ഥാപിക്കുക. അത് നിന്റെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബാധ്യതയാണ്. ഞങ്ങൾക്കുള്ള ബാധ്യത നീ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയല്ല, തെളിയിക്കേണ്ടത് നീയാണ് വാദി, ഞങ്ങൾ പ്രതിയാണ് നിന്റെ വാദപ്രകാരം. നബി പറയുന്നു വൽ യമീന അലൽ മുദ്ദഅ അലൈഹി. ആരുടെ മേൽ ആരോപണം ഉന്നയിക്കപ്പെട്ടുവോ, അതായത് പ്രതിയുടെ ബാധ്യത എന്ന് പറയുന്നത് സത്യം ചെയ്ത് പറയലാണ്. അങ്ങനെ ഒരു സംഭവമില്ല. കാരണം നമ്മൾ തെളിവുണ്ടാവില്ല, നമുക്ക് പിഴവുണ്ടെങ്കിൽ പിഴവുള്ള ആളുകളെ പറയേണ്ടത്. അപ്പൊ പിന്നെ ആരോപിതരായ ആളുകൾക്ക് പ്രതിക്കുള്ള പണി എന്താ? എന്നെക്കുറിച്ച് ആരോപിക്കപ്പെടുന്ന കാര്യം അത് സത്യസന്ധമല്ല, അത് കളവാകുന്നു, ഞങ്ങൾ ഹക്കിലാണ്, അല്ലെങ്കിൽ ഞാൻ നിരപരാധിയാണ് എന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയുക. ഇത് നിന്നെപ്പോലുള്ള ആളുകളുടെ ആരോപണത്തിൽ മാത്രമുള്ള ഒരു നിയമമല്ല. ഏതൊരു വിഷയത്തിലും, എന്തൊരു കേസാകട്ടെ, വ്യഭിചാരമാകട്ടെ, കളവാകട്ടെ, അഴിമതിയാകട്ടെ, എന്ത് വിഷയമുണ്ടെങ്കിലും ശരി, വാദിയുടെ ബാധ്യതയാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങൾ പറയുന്ന തരത്തിലുള്ള സാരമായ പോരായ്മകളോ അബദ്ധങ്ങളോ വ്യതിയാനങ്ങളോ ഞങ്ങളിൽ സംഭവിച്ചിട്ടില്ല. അള്ളാഹുവാണ് സത്യം എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇനിയുണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചാൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആദ്യം നീ നിന്റെ പണിയെടുക്കുക. മാന്യമായി തെളിവനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിന്റെ ആരോപണം ഞങ്ങൾ പരിശോധിക്കും. നിന്റേത് മാത്രമല്ല, നിന്റെ ഉസ്താദായ മൊഹ്സിൻ പൊന്നാനിയുടേതും ഞങ്ങൾ പരിശോധിക്കും. അതില്ലാത്തിടത്തോളം നിന്റെയോ മൊഹ്സിന്റെയോ ഇത്തരത്തിലുള്ള വിടുവായിത്തങ്ങൾക്ക് ചവറ്റുകൊട്ടയിലെ ചണ്ടിയുടെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുകയില്ല. അത് പെരുന്നുണയന്മാരും കള്ളന്മാരുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മദീനയിൽ നുണപ്രചരണം നടത്തിയ മുർജിഫൂൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി നുണ പറയുന്ന ഇർജാഫിന്റെ ആളുകളായി മാത്രമേ അതിനെ ആരും പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ എണ്ണി ഓരോന്നോരോന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുക. ഇതല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നീ തെളിവ് പറയേണ്ടി വരും, ഹാജരാക്കേണ്ടി വരും. അവിടെ ഞങ്ങൾ വിടില്ല എന്നത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അഞ്ചാമത്തത് തൗഫീഖ് പറയുന്നത്, ഞാൻ ഇവരോടൊപ്പം കുറെ കാലം സഹകരിച്ചിരുന്നു. ആ സമയത്ത് കുറെ ന്യൂനതകൾ കണ്ടപ്പോൾ അത് മാനുഷികമായി ഉണ്ടായതായിരിക്കും, നാളെ തിരുത്തിയേക്കും എന്ന നല്ല വിചാരം എന്നുള്ളത് അവൻ ഉപയോഗിച്ച വാക്ക് ഹുസ്നുൽ ലന്ന് എന്നാണ്. നല്ല വിചാരത്തിലാണ് സഹകരിച്ചിരുന്നത് എന്നാണ്. എവിടെ നിന്നോട് ചോദിക്കാനുള്ളത്, ഒരു തെറ്റ് കണ്ടാൽ അയാൾ തിരുത്തിക്കൊള്ളും എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നത് ഏത് ഇസ്ലാമാണ്, ഏത് സലഫിയത്താണ്? അവൻ പിന്നീട് തിരുത്തിക്കൊള്ളും എന്ന് വിചാരിച്ച് അവനോടൊപ്പം സഹകരിക്കുകയാണോ ചെയ്യേണ്ടത്? അതല്ല, കണ്ടപാടെ അവനെ ഉപദേശിക്കുകയാണോ? അവനെ ആ വിഷയത്തിൽ എതിർക്കുകയാണോ? എന്താണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യം? ഈ പണി ഇസ്ലാം പഠിപ്പിച്ച ഒരു ദാഴി, ഒരു സാധാരണക്കാരൻ പോലും ഒരു വിഷയത്തിൽ അറിവുള്ള കാര്യമാണെങ്കിൽ അവിടെ തിന്മ കാണുമ്പോൾ അതിന് എതിർക്കേണ്ട ബാധ്യത നീ നിർവഹിച്ചിട്ടുണ്ടോ? കൂടെ നടന്ന കാലത്ത് ഒരക്ഷരം പോലും ഉരിയാടാതെ, ഒന്നും പറയാതെ ഇവിടെ നിന്ന് വിസയെടുത്ത് ഡ്രൈവർ വിസയിൽ അറബിയുടെ അടുക്കളയിൽ പണിയെടുത്തതിന് ശേഷം മാത്രം വിളിച്ചു പറയുന്ന ഈ കാര്യങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? എന്തുകൊണ്ട് നീ അന്നത് പറഞ്ഞില്ല? എന്താണോ അത് കൃത്യമായി അന്ന് നീ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. അപ്പൊ കൂടെ നടക്കുകയും കൂടെ ഭക്ഷിക്കുകയും കൂടെ സംസാരിക്കുകയും കൂടെ വേദി പങ്കിടുകയും ചെയ്ത കാലത്ത് ഞങ്ങളോടെന്നല്ല, പൊതുജനങ്ങളോട് പോലും ഒരക്ഷരം മിണ്ടാതെ തെറ്റാണെന്ന് നിനക്ക് തോന്നിയ കാര്യങ്ങൾ മൂടിവെച്ച് നടന്ന നിന്റെ ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ്? വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ നിന്നെ പോലുള്ള കദ്ദാബീങ്ങളെ കുറിച്ച് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിലെ 80-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ബനി ഇസ്രായേലിൽപ്പെട്ട അവിശ്വസിച്ചവരായ ആളുകൾ ദാവൂദിന്റെയും ഈസബിന് മറിയമിന്റെയും നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുകയും അതിരുവിടുകയും ചെയ്തതുകൊണ്ടാകുന്നു. ഇനി ഈ പറഞ്ഞ ബനൂ ഇസ്രായേലരായ ആളുകളുടെ കുറ്റമായി അള്ളാഹു പറയുന്ന രണ്ടാമത്തെ കാര്യം ഇവിടെ തൗഫീഖിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിഅസ മാ കാനൂ യഫ്അലൂൻ. അവർ, അതായത് ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തിച്ചിരുന്ന മുൻകർ നിഷിദ്ധത്തെ ഈ ആളുകൾ വിലക്കാറുണ്ടായിരുന്നില്ല. അപ്പോ ബനൂ ഇസ്രായേലിൽ സംഭവിച്ച തിന്മകളെ വിലക്കാറുണ്ടായിരുന്നില്ല. ഇതാണ് ഇവർക്ക് സംഭവിച്ച തെറ്റുകളിൽ ഒന്നായി ഖുർആൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഞങ്ങളിൽ ഉണ്ടായിട്ടുള്ള പിഴവുകളെ ചൂണ്ടിക്കാണിക്കുകയോ തിരുത്തുകയോ വിലക്കുകയോ പോകട്ടെ ഉപദേശിക്കുകയോ ഒരു സൂചന പോലും പറയാതെ അത്രയും കാലം കഴിച്ചുകൂട്ടി ഈ തിന്മയെ മൂടിവെച്ച നിന്റെ വിധി എന്താണ്? മാത്രമല്ല യതറാ കതീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറു. ഈ ബനൂ ഇസ്രായേലരായ ആളുകൾ ചെയ്ത രണ്ടാമത്തെ തെറ്റ്, അവിശ്വസിച്ച ആളുകളോട് അവരിൽ പലരും വലാ പുലർത്തുന്നതായി നിനക്ക് കാണാൻ സാധിക്കും എന്ന് ബനൂ ഇസ്രായേലരെ കുറിച്ച് ഖുർആൻ പറയുന്നു. നിങ്ങളുടെ പണിയും അതുതന്നെയാണ്. തൗഹീദുള്ള, സുന്നത്തുള്ള,
പോകട്ടെ, നിങ്ങളുടെ വാദത്തിന് വേണ്ടി തൗഹീദും സുന്നത്തും ഉണ്ട് എന്ന് പറയേണ്ടതില്ല. ശിർക്കും വിദേഹത്തും ചെയ്യാത്ത സലഫികളായ ആളുകളെ സംബന്ധിച്ച് അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും കേൾക്കരുത്, സംസാരിക്കരുത്, അവരുടെ ക്ലാസുകൾ കേൾക്കാൻ പാടില്ല എന്ന് പറയുകയും അവരെ അകറ്റി നിർത്തുകയും പരമാവധി ജനങ്ങളിൽ കുതന്ത്രത്തിൽ രഹസ്യമായി ഗ്രൂപ്പുകളിലൂടെ ആളുകളെ അകറ്റാനുള്ള നിരന്തര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചിലപ്പോഴൊക്കെ നിന്നെപ്പോലുള്ള ചില വിവരദോഷികൾ പരസ്യമായി പറയുകയും ചെയ്യുന്ന, അങ്ങനെ വേറിട്ട് തീർത്തും ബറാഅത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന ഖുബൂരികളായ ആളുകളെ അവരെ തൗഹീദിന്റെ പട്ടം നൽകി ഉദുറില്ലായ്മയുടെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായ ആനുകൂല്യങ്ങൾ നൽകി അവരെ മുസ്ലിങ്ങളാക്കുകയും അവരുടെ കൂടെ നമസ്കരിക്കുകയും അവരുടെ പിന്നിൽ തുടരുകയും ചെയ്യുന്ന നിയാഫിനെ പോലെയുള്ള അങ്ങനെ നിങ്ങൾ കൂട്ടത്തിൽ തന്നെയുള്ള പലരും, മാത്രമല്ല എമ്പാടും നല്ല തൗഹീദുള്ള ആളുകൾ എന്ന് അവരെക്കുറിച്ച് സാക്ഷ്യപത്രം എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ആ കുഫറിന്റെ ശിർക്കിന്റെ ആളുകളോട് വലാവും തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആളുകളോട് ബറാഅത്തും കാണിക്കുക എന്ന പ്രവർത്തനവും നിങ്ങളിലുണ്ട് എന്ന് ഈ ആയത്ത് വായിച്ചപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതാണ്. പറഞ്ഞ വിഷയം അതിന്റെ മുമ്പത്തേതാണ് ഇവിടെ സാന്ദർഭികമായി പറഞ്ഞത്. ചെയ്യാറുണ്ടായിരുന്ന തിന്മകളെ അവർ വിലക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെയ്ത ഈ കൊടും തിന്മകൾ, സലഫിയത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അബദ്ധങ്ങൾ എന്തുകൊണ്ട് നീ അന്ന് വിലക്കിയില്ല? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 63-ാമത്തെ ആയത്ത്, അവരിൽപ്പെട്ട പണ്ഡിതന്മാരും റബ്ബാനികളുമായ ആളുകൾ അവരുടെ അൻ ഖൗലിഹിം അൽ ഇസ്മ വ അക്ലിഹിം അസ്സുഹ്ത, തിന്മയുടെ വാക്കുകളെയും പാപത്തിന്റെ വാക്കുകളെയും നിഷിദ്ധമായത് തിന്നുകയും ചെയ്യുക എന്നതിനെ അവർ എന്തുകൊണ്ട് വിലക്കിയില്ല? അപ്പൊ മൗലവിമാർ റബ്ബാനികളും അതുപോലെ തന്നെ അഹ്ബാർ പണ്ഡിതന്മാരുമായ ആളുകൾ ഇത്തരം ചെയ്തികളെ എന്തുകൊണ്ട് വിലക്കിയില്ല എന്ന് അവരെക്കുറിച്ച് ഖുർആൻ ചോദിക്കുന്നു. ലബിഇസ മാ കാനൂ യസ്നഊൻ, തിന്മ കണ്ടിട്ടും തിന്മ വിലക്കാത്ത ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ചീത്തയായ കാര്യമാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞ ഈ വളരെ ചീത്തയായ ഒരു പ്രവൃത്തിയാണ് നിന്നിൽ നിന്ന് ഉണ്ടായത്. അതായത് നീ കണ്ട തിന്മകളെ, അതും അഖീദയിലും മൻഹജിലുമുള്ള പിഴവുകളെ ഒരിക്കൽ പോലും ഒരു തമാശക്ക് പോലും ഒന്ന് സൂചിപ്പിക്കാതെ പോയത്. എന്നിട്ടാണോ നീ ഇപ്പോൾ ആളുകളെ വായിക്കരുത്, കേൾക്കരുത് എന്ന് പറയുന്നത്? ഇതേപോലെ സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ മുഴുകുന്ന ആളുകളെ നീ കണ്ടാൽ, എന്നാൽ അതിനെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന ആളുകളെ നീ കണ്ടാൽ, ഫഅരിൽ ഹത്താ യഖൂദു ഫി ഹദീസിൻ ഗൈരിഹി, അവർ മറ്റൊരു സംസാരത്തിൽ പ്രവേശിക്കുന്നത് വരെ അവരെ നീ അവഗണിച്ചേക്കുക. അവരെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരുടെ കൂടെ സഹകരിക്കാൻ പാടില്ല. ഇത് ഖുർആന്റെ നിർദ്ദേശം. അപ്പൊ അള്ളാഹുവിന്റെ ദീനെതിരായി ഞങ്ങൾ സംസാരിച്ചിട്ട് ആ സംസാരിക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് നീ പങ്കെടുത്തു? അത്തരം വേദികൾ എന്തുകൊണ്ട് പങ്കിട്ടു? അതിന്റെ മുന്നിലും ബേക്കിലുമായി മൈക്കെടുത്ത് സംസാരിച്ച് ആളുകളോട് ദർസ് നടത്തി. എന്നാൽ ആ സംസാരത്തിലെങ്കിലും ഇവരിൽ ഇന്ന അപാകതയുണ്ട് എന്ന് എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഖുർആൻ പറയുന്നത്, നിന്നെ ശൈത്താൻ മറപ്പിച്ചു കളയുകയാണെങ്കിൽ, അപ്പൊ അറിയാതെ ശൈത്താൻ മറപ്പിച്ചത് കാരണം അത്തരമൊരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഫലാ തഖ്ഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമികളായ ആളുകൾക്കൊപ്പം ഓർമ്മ വന്നതിന് ശേഷം നീ ഇരുന്നു പോകരുത് എന്നാണ്. നോക്കൂ, സ്വഹാബത്തിനോടും മുസ്ലിങ്ങളായ ആളുകളോടും അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശമാണ്. അപ്പൊ വല്ലപ്പോഴും നീ ഒരിക്കലെങ്ങാനും അങ്ങനെ മറന്ന് ഞങ്ങളോട് പങ്കെടുത്തുവെങ്കിൽ പിന്നെ അത് ഓർമ്മ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നും തന്നെ ശൈത്താൻ മറപ്പിച്ചുവോ, അപ്പോൾ നീ ശൈത്താന്റെ അനുയായിയാണോ? അങ്ങനെ സ്ഥിരമായി ശൈത്താന്റെ മറവിയിൽ പെട്ടുപോകണമെങ്കിൽ ശൈത്താന്റെ അനുയായിയാകണം, ശൈത്താന്റെ വലിയാകണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ സ്വബോധത്തോടു കൂടിയാണോ ഞങ്ങളുടെ അടുക്കൽ സഹകരിച്ചത്, ഞങ്ങളുടെ സദസ്സിലിരുന്നത്, ഞങ്ങൾ പങ്കെടുപ്പിക്കുന്ന മജ്ലിസുൽ ഇൽമുകളിൽ സംസാരിച്ചത്, എന്നിട്ടൊന്നും മിണ്ടാതെ പോയത്? സൂറത്തുൻ നിസായിലെ 140-ാമത്തെ ആയത്തിൽ ഇതേ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഹത്താ യഖൂദു ഫി ഹദീസിൻ ഗൈരിഹി, അവർ മറ്റൊരു സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ, മുഴുകുന്നത് വരെ അവരുടെ കൂടെ നീ ഇരുന്നു പോകരുത്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും അത് തുടരുന്നു എന്നാണല്ലോ നീ പറയുന്നത്? അന്നുണ്ടായിരുന്നു, പുതിയ ചില വാദങ്ങളും വന്നിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ട കാലത്ത് ഞങ്ങളോട് അത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങളും സഹകരിച്ച കാലഘട്ടത്തിൽ നീ അതിന്റെ കുറ്റവാളിയാണ്. കാരണം ഖുർആൻ എന്താ പറയുന്നത്? ഇന്നക ഇദൻ മിത്ലഹും, അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയാണെങ്കിൽ, അവരുടെ കൂടെ ഇരുന്നാൽ, അവരുടെ കൂടെ സഹകരിച്ചാൽ, ഇന്നക തീർച്ചയായും നീ നന്ന തൗഫീഖെ, നിന്നോടൊന്നല്ല, ഈ പണി ആരെടുക്കുന്നുവോ ഇദൻ മിത്ലഹും, അള്ളാഹുവിന്റെ ആയാത്തുകളെ പരിഹസിക്കുന്ന, പരിഹാസത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, പരിഹസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ പോലെ തന്നെയാകുന്നു നീയും. അപ്പൊ ഞങ്ങൾ എന്തു കുറ്റമുണ്ടോ അതേ കുറ്റക്കാരനാണ് ഞങ്ങളോടൊപ്പം നീ നടന്ന കാലത്ത്. അന്ന് അറിയാതെ മിണ്ടാതെ പോയതല്ല, അറിഞ്ഞിട്ടും മിണ്ടാതെ പോയത് കൊണ്ടാണ് ഇത് പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം തീർച്ചയായും മാർഗദർശനത്തിൽ നിന്നും വ്യക്തദൃഷ്ടാന്തങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അവതരിപ്പിച്ചെന്ന കാര്യങ്ങളെ ആര് മറച്ചു വെക്കുന്നുവോ അത്
നാം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തതിനു ശേഷം അതിനെ മറച്ചുവെക്കുന്ന ആളുകൾ, അതായത് കിതാബിൽ പറഞ്ഞിട്ടുള്ള ഹക്കുകൾ പറയാതെ മറച്ചുവെച്ച, മൂടിവെച്ച, ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലഈനൂൻ, അല്ലാഹു അവരെ അക്കൂട്ടരെ ശപിക്കുന്നു, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നു. ആർക്കാണ് ഈ ശാപമുള്ളത്? അല്ലാഹു വ്യക്തമാക്കി കൊടുത്ത ഹക്കുകൾ വ്യക്തമാക്കി കൊടുക്കാതെ മറച്ചുവെച്ച ആളുകൾ. അപ്പൊ സത്യം ബോധ്യപ്പെട്ടു, ഞങ്ങളുടെ പക്കൽ തെറ്റുണ്ടെന്ന് ഒരു 2-3 കൊല്ലക്കാലം നിനക്കറിയാമായിരുന്നു, എന്നിട്ട് ഒരിക്കൽ പോലും പറയാതെ അള്ളാഹുവിന്റെ ദീനിനെ നീ മറച്ചുവെച്ചുവെങ്കിൽ ഈ ശാപം ഞങ്ങൾക്കാണോ നിനക്കാണോ ഉണ്ടാവുക? അത് നമുക്ക് അള്ളാഹുവിലേക്ക് വിടാം. സൂറത്തുൽ ബഖറയിലെ 147-ാമത്തെ ആയത്തിൽ അള്ളാഹു അവതരിപ്പിച്ച സത്യത്തെ മറച്ചുവെക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നു, വയസ്തറൂന ബിഹി സമനം ഖലീല. അതിന്റെ പേരിൽ ആ സത്യം മറച്ചുവെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? തുച്ഛമായ വില അവർ വാങ്ങുകയും ചെയ്യുന്നു. വയസ്തറൂന ബിഹി, അതിന് പകരം അവർ വാങ്ങുന്നു സമനം ഖലീലൻ, തുച്ഛമായ വില. ഉലൈക മാ യഅകുലുന ഫീ ബുതൂനിഹിം മിനൻ നാർ, നരകമല്ലാതെ തീയല്ലാതെ അവരുടെ വയറ്റിലേക്ക് അവർ തിന്നുന്നില്ല. അള്ളാഹു അവരോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങളെ മൂടിവെക്കുന്ന, ഹക്കിനെ മൂടിവെക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്കുള്ള തെറ്റുകൾ മൂടിവെക്കാതെ സദസ്സുകളിൽ പങ്കെടുത്ത് നീ നിന്റെ സംസാരം നടത്തിപ്പോയി, എന്നിട്ട് ഇവിടെ അതിന്റെ പകരം തുച്ഛമായ വില വാങ്ങുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സത്യം പറയാതെ ദർസ് നടത്തിപ്പോയി അതിന്റെ പേരിൽ തീയെ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് ഹക്ക് പറയാതിരിക്കുകയും തിന്മയെ മറച്ചുവെക്കുകയും ചെയ്തുവെങ്കിൽ, അള്ളാഹുവിന്റെ കിതാബിനെ അത് വെച്ച് നോക്കുമ്പോ ദുനിയാവിൽ നിന്ന് കിട്ടിയ തീയയും ആനുകൂല്യങ്ങളും അത് തുച്ഛമായ ലാഭത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ നീ വിറ്റതാണ്. അല്ലെങ്കിൽ നീ തിരുത്തി പറയണം. തിരുത്തേണ്ടതില്ല, കാരണം നീ തന്നെ പറഞ്ഞതാണ്, അറിയാമായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. ഹുസ്നുൽ തന്നെ. അപ്പൊ ഈ പാപികളെ കുറിച്ച്, തിന്മയെന്നവരെ കുറിച്ച് ഹുസ്നുൽ തന്നെ വിചാരിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ഹുസ്നുൽ നല്ല വിചാരിച്ച് ആരെയെങ്കിലും തിരുത്താതിരുന്നിട്ടുണ്ടോ? പള്ളിയിൽ അബദ്ധവശാൽ അറിയാതെ മൂത്രമൊഴിച്ച സഹാബിയെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാന്യമായി ഉപദേശിക്കുകയാണ് ചെയ്തത്. പള്ളിയിൽ മൂത്രമൊഴിച്ച അറാബിയോടുള്ള ഒരു നസീഹത്തെങ്കിലും ഞങ്ങളോട് നീ കാണിച്ചിരുന്നെങ്കിൽ അതത്ര നന്നാകുമായിരുന്നു. ഇതില്ലാത്ത കാലത്തോളം നിനക്കിത് പറയാൻ യാതൊരു അർഹതയുമില്ല. 6-ാമത്തേത്, സലഫിയത്തിനെതിരായ പുതിയ ന്യൂനതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, അത് എന്റെ ആരോപണമാണ്. എന്നാൽ നീ ഖദീമുൻ ജദീദുമായ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കോ. പഴയ പിഴവുകൾ ഇന്നത്, പുതുതായി ഉണ്ടായ പിഴവുകൾ ഇന്നത്. അതൊന്ന് തരം തിരിച്ചു പറയോ, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. പറയുമ്പം നേരത്തെ പറഞ്ഞ കണ്ടീഷനുണ്ട്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയണം. നിന്റെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ പോരാ. 7-ാമത്തേത്, അവ സലഫിയത്തിനെതിരാണെന്ന് അവർക്ക് ബോധ്യവുമുണ്ട്. അതായത് ഞങ്ങളിൽ ഉള്ള തെറ്റുകൾ, വഴികേടുകൾ, അബദ്ധങ്ങൾ, വ്യതിയാനങ്ങൾ, ഇത് തെറ്റാണെന്ന്, സലഫിയത്തിനെതിരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യവുമുണ്ട്. അപ്പൊ ഞങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവ്വമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണല്ലോ നിന്റെ ആരോപണം. അപ്പൊ നീ ആദ്യം പറഞ്ഞതോ? ആദ്യം പറഞ്ഞ നിലക്കല്ലല്ലോ. അബദ്ധമായിരിക്കാം, തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചു, വിചാരിച്ചു എന്നാണ്. ഇപ്പൊ നീ പറയുന്നതോ മൊത്തത്തിൽ പറയാൻ സലഫിയത്തിനെതിരായ തെറ്റാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അപ്പൊ ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ വാദികളാണ്. അബദ്ധവശാൽ ഒരാൾക്ക് തെറ്റ് സംഭവിക്കുന്നതും മനഃപൂർവ്വം തെറ്റ് സംഭവിച്ചിട്ട് അത് തിരുത്തുന്നതും, ഇത് രണ്ടുമല്ലാതെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ട് തിരുത്താതെ അതിൽ തന്നെ ശഠിച്ചു നിൽക്കുന്നതും ഗുരുതരമായ തെറ്റാകും. അപ്പൊ അതിൽ തുടരുന്നിടത്തോളം ഞങ്ങൾക്ക് തൗബക്ക് തന്നെ അർഹത ഉണ്ടാവുമെന്നറിയില്ല. ഖുർആൻ നരകവാസികളായ ആളുകളെ കുറിച്ച് സൂറത്തുൽ വാഖിയയിലെ 46-ാമത്തെ ആയത്ത് കാണാം. വകാനു യുസിറൂന അലൽ ഹിന്ദിൽ അളീം. വലിയ തെറ്റ്, പാപത്തിന്റെ മേൽ അവർ ശഠിച്ചു നിൽക്കുന്നവരായിരുന്നു. അപ്പൊ നരകത്ത് പോയ ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഞങ്ങളിൽ ഉണ്ടെന്നാണോ നിന്റെ വാദം? തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിൽ ശഠിച്ചു നിൽക്കുകയും അത് പറഞ്ഞ് ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. തെറ്റിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല, ഇത് പറഞ്ഞിട്ടാണല്ലോ ജനങ്ങളെ പിഴപ്പിക്കുന്നത്. അപ്പൊ എത്രമാത്രം ഗുരുതരമായ ഒരു ആരോപണമാണ് നീ ഞങ്ങളെക്കുറിച്ച് ആരോപിച്ചിട്ടുള്ളത് എന്ന് നിനക്കല്ല, നിന്നെപ്പോലുള്ള ആളുകളോടുമല്ല ഈ സംസാരം. ഇതൊക്കെ നിന്റെ പോലുള്ള കളവിന്റെ ആരോപണങ്ങൾ കേൾക്കുന്ന സാധുജനങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. നിന്നെപ്പോലുള്ള ആളുകൾ ഓടക്കുഴലിട്ടാൽ നിവരുമെന്ന പ്രതീക്ഷ നമുക്കില്ല. ഇനി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തിന്മകൾ അതൊക്കെ ഹലാലാണ് എന്ന നിലക്കാണെങ്കിൽ ഞങ്ങൾ കാഫറുകളാണ്. കാരണം തിന്മ ഹലാലാണെന്ന വിശ്വാസത്തോടെ ഒരുത്തൻ ചെയ്താൽ, അള്ളാഹു വിലക്കിയ ഹറാമിനെ ഹലാലായി കണ്ടാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നവാക്കിലുകളിൽപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾ കാഫറുകളാണ്. ഇനി അതല്ല, അറിവോടെയാണെങ്കിൽ, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്, ആ ഉദ്ദേശമാണ് നീ പറഞ്ഞതിനുള്ളത് എങ്കിൽ അവിടെയും ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിൽ കാണാം. വഅല ദൗലത്തിൽ മുസ്ലിമത്തി അൻ തുഖീമ ഫീഹിം അംറല്ലാഹ്.
വതുഖീമ അലൈഹിം ഹദ്ദല്ലാഹ്. തെറ്റ് തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് അതിൽ തുടരുന്ന ആളുകൾ, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് അവർക്കുമേൽ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കൽ. അള്ളാഹുവിന്റെ ഹദ്ദ്, ശിക്ഷാ നടപടി ഈ ആളുകളുടെ മേൽ നടപ്പിലാക്കൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ബാധ്യതയാകുന്നു. അപ്പൊ ഇസ്ലാമിക രാജ്യത്താണ് ഞങ്ങളെങ്കിൽ ഇങ്ങനെ നുണയും ഫസാദും പറഞ്ഞ്, കളവ് പറഞ്ഞ്, ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നവർ എന്ന നിലക്ക് ഞങ്ങൾക്കുമേൽ ഹദ്ദ് നടപ്പിലാക്കാൻ മാത്രമുള്ള കുറ്റമാണ് ഞങ്ങൾ ചെയ്തത്. അതായത് നിന്റെ വാപ്പ റഫീഖ് മാഷ് അടക്കം ഹദ്ദ് നടപ്പിലാക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. എട്ടാമത്തേത്, ചെലവും ടിക്കറ്റും ഞങ്ങൾ തരാം, നിങ്ങളൊന്നും അറിയേണ്ടതില്ല, നിങ്ങൾ വന്നാൽ മതി. ഇത് പല തവണ ഈ വാക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്, വെല്ലുവിളിയുണ്ട്. ഇത് ഈ വോയിസിൽ മാത്രമല്ല, ഇതിന്റെ മുമ്പ് പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത്ര വലിയ ഭോസ്ക് എന്റെ തലയിൽ എങ്ങനെ വന്നുകൂടി എന്നതാണ് ഇതിന് വളരെ ലളിതമായി ചോദിക്കാനുള്ളത്. എന്നാ കേട്ടോ റഫീഖെ, ഞങ്ങൾ എങ്ങോട്ടും റെഡിയാണ്, ഏത് പണ്ഡിതന്റെ മുമ്പിലും ഇരിക്കാൻ റെഡിയാണ്. ഇനി ഒന്നല്ല, ഒരു കൂട്ടം ആരെ കൊണ്ടുവന്നാലും ശരി, ഏത് പണ്ഡിതന്റെ മുമ്പിലും ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇരിക്കുന്നതിന് മുമ്പ് രോഗനിർണയം നടത്തണം. ആദ്യം നീയും നിന്നെപ്പോലെ ഈ വേമ്പളക്കുന്ന ആളുകളും പറയേണ്ടത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഇരിക്കണമെങ്കിൽ എന്തിനു വേണ്ടി ഇരിക്കണം, എന്താണ് വിഷയം, എന്താണ് പിഴവ്, ആ പിഴവിനുള്ള തെളിവുകൾ എന്താണ്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയൂ, എഴുതൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയാം, എഴുതാം. അങ്ങനെ എഴുതി കൈമാറിയോ, അല്ലെങ്കിൽ ഒരിടത്ത് നീയും നിന്റെ ഈ പറയുന്ന ഏത് ശൈഖന്മാരെ, ഏത് ശൈഖ്, നാട്ടിലുള്ള ഈ അക്കിമാരുണ്ടല്ലോ, ഈ അക്കിമാരെ ആരെ കൊണ്ടുവന്നാലും ഇരുത്തി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ധൈര്യമുണ്ടെങ്കിൽ ഏറ്റെടുക്കൂ, എന്ന് നമുക്ക് വിഷയം നിർണയിക്കാം. അവിടെ എന്താണ് കുറ്റമെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങൾ കുറ്റങ്ങളായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു, അത് കുറ്റമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവിടെ ഒരു പരിഹാര മാർഗം ആവശ്യമുണ്ട്. അത് പണ്ഡിതന്മാരുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഇനി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും സമർപ്പിക്കാം, ഇന്ന പിഴവുകളുണ്ട്, എന്ത് തിരുത്തണം, എന്താണ് അതിന് പരിഹാര മാർഗം. അപ്പൊ ആദ്യം നടത്തേണ്ടത് രോഗനിർണയമാണ്, എന്നിട്ടാണ് ചികിത്സ നടത്തേണ്ടത്. അതുകൊണ്ട് മാനവും മര്യാദയും ഉണ്ടെങ്കിൽ എണ്ണി എണ്ണി ഈ വിഷയങ്ങൾ പറയുക. ഇതിനു വേണ്ടി, അതിനോടനുബന്ധിച്ച് രണ്ടാമത് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിന് വേണ്ടി നന്റെ തന്നെ ആളുകൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്താണ് അതിന്റെ പേര്? ബാക്ക് ടു ഉലമ. ഈ ബാക്ക് ടു ഉലമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ നന്റെ ഭാഷപ്രകാരം പിഴച്ച, അബദ്ധങ്ങൾ സംഭവിച്ച, വ്യതിയാനങ്ങൾ സംഭവിച്ച ചില ആളുകൾ വന്ന് നമുക്ക് ഇന്നാലിന്ന വിഷയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങളുടെ നീണ്ട നിരകൾ വന്നു. ഇത് എഴുതിയപ്പോഴാണ് സാജിദ് പറഞ്ഞത്, ഇതുമായി ചെന്നാൽ റോങ് ഫത്വയാണ് കിട്ടുക എന്ന്. അപ്പൊ റോങ് ഫത്വ നൽകുന്നവരാണ് ഗൾഫ് രാജ്യങ്ങളിലെ സലഫി ഉലമാക്കൾ എന്ന് പണ്ഡിതന്മാരെ അവമതിക്കുന്ന സംസാരം നടത്തിയത് ഞങ്ങളാണോ നിങ്ങളാണോ? ബാക്ക് ടു ഉലമയിലേക്ക് വരാതിരിക്കാൻ തയ്യാറാകാതിരുന്നത് ഞങ്ങളാണോ നിങ്ങളാണോ? അല്ലെങ്കിൽ വെല്ലുവിളിച്ച നിങ്ങൾ ബാക്ക് ടു ഉലമ എന്ന കടപൂട്ടി വാലും ചുരുട്ടി ഓടിയത് ഞങ്ങളോ നിങ്ങളോ? പിന്നെ നിങ്ങൾ ആ വഴിക്ക് കണ്ടിട്ടില്ല, ആ ഗ്രൂപ്പിനെയും കണ്ടിട്ടില്ല. എന്നിട്ടാണോ തയ്യാറല്ല, ധൈര്യമില്ല, ഉണ്ടെങ്കിൽ വരൂ എന്ന് പറഞ്ഞു. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാനം വേണ്ടേ? മാനവും മര്യാദയും ഉള്ളവനോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇദാലം തസ്തഹി ഫസ്ന മാ ശീത, ഉളുപ്പില്ലെങ്കിൽ നീ എന്തും ചെയ്തോ. ഇത് നബിന്റെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഉളുപ്പില്ലാത്തവന് വായിൽ തോന്നിയത് കോതക്ക് പാട്ടെന്ന് പറഞ്ഞതുപോലെ എന്തും പറയാം, എന്തും പാടാം. പക്ഷെ ഞങ്ങൾക്കല്പം മാനവും മര്യാദയുമുണ്ട്, ഉളുപ്പുണ്ട്. ഉളുപ്പില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല പറയുക. അതുകൊണ്ട് ഈ പറഞ്ഞതിന് ആരാണ് ഓടിയത്, എവിടെയാണ് പുല്ലുമുളക്കാത്തത് എന്ന് ആളുകൾക്കറിയാം. അത് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെട്ടാൽ മതി. പിന്നെ ചെലവും ടിക്കറ്റും തരാം എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ആരാണ് ഈ ചെലവും ടിക്കറ്റും വഹിക്കുന്നത്, അതിന്റെ സോഴ്സ് എന്താണ് എന്ന് വ്യക്തമാക്കണം. ഇത് വല്ല ഇഖ്വാനി ഷെയ്ഖുമാരിൽ നിന്നുമാണോ, വല്ല ജൂത ഏജന്റുമാരിൽ നിന്നുമാണോ, അതല്ല മറ്റു വല്ലവരിൽ നിന്നുമാണോ? അതിന്റെ കണക്കും ബോധ്യപ്പെടുത്തണം. ആരിൽ നിന്നാണ് പിരിക്കുന്നതെങ്കിൽ പിരിപ്പ് ആരിൽ നിന്നാണ്. ഇനി പിരിവാണെങ്കിൽ തന്നെ ഇലനക്കികളുടെ ചെറിനക്കികളാകാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങളെപ്പോലെ പ്രവാസികളുടെ നീരൂറ്റി കുത്തുപാളയെടുത്ത് ആ പണം കൊണ്ട് ദുബായ് കാണാനും ഉംറയ്ക്ക് പോകാനും ഞങ്ങളില്ല. ഞങ്ങൾ സമ്പാദിച്ച ഹലാലായ സമ്പാദ്യം കൊണ്ട് തിന്നാൻ പഠിച്ചവരാണ്, അതനുസരിച്ച് ജീവിക്കണമെന്ന് ശാഠ്യമുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ആരാന്റെ നീരൂറ്റി കുടിച്ച് ഉംറയ്ക്ക് പോകാൻ ദൗറ എന്ന പേരിൽ അതിന് ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഞങ്ങളുടെ പക്കൽ പണമുണ്ടാക്കി തന്നെ ഞങ്ങൾ വരും. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ എന്താണ് കുറ്റമെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കണം. ഒന്നുമില്ലാതെ കാടടക്കി വെടിവെച്ചിട്ട് എങ്ങോട്ടാ നിങ്ങൾ വിളിക്കുന്നത്? എന്തിനാണ് ചർച്ചയ്ക്ക് പോകുന്നത്? ചർച്ചയ്ക്ക് പോകണമെങ്കിൽ അതിന് വിഷയം നിർണയിക്കണം, തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കണം. ഞങ്ങൾക്ക് ഇന്ന പിഴവുണ്ട്. ഇത് പൊന്നാനി തങ്ങളൻ എന്താ പറഞ്ഞത്? അതിലേക്കൊരു ചായവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഓനെന്നെ ബോധ്യപ്പെട്ടില്ല, പറഞ്ഞവന് തന്നെ ബോധ്യപ്പെട്ടില്ലേ അങ്ങനെ ഒരു ചായവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തോന്നിയതിനാണോ നിങ്ങൾ വിളിക്കുന്നത് ബാക്ക് ടു ഉലമയിലേക്ക്? അതിനാ തോന്നലുള്ള
വെളിവില്ലാത്ത ആളുകൾ തന്നെ പോയാൽ മതി. ഞങ്ങളെ അതിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം വെളിവുണ്ട്. ആ വെളിവ് പോയി എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങൾ വരും. അതിന് നിങ്ങളുടെ ഇല നക്കിയവന്റെ ചിറി നക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഇനി നീ വഹിക്കാമെന്നാണോ കാശ് എങ്കിൽ സ്വന്തം ഭാര്യക്കും മക്കൾക്കും അണ്ണാക്കിലിടാൻ പശിയടക്കാൻ ബിസ്ക്കറ്റെങ്കിലും വാങ്ങാൻ ഗതിയില്ലാത്ത നിന്റെ നീയാണോ ഞങ്ങളുടെ ചെലവ് വഹിക്കാൻ വെല്ലുവിളിക്കുന്നത്? ആ ചെലവ് സ്വീകരിച്ച് ആ പാവപ്പെട്ട മക്കളെ പട്ടിണിയിലാക്കണം എന്നത് ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിന്റെ പിതാവായ പാവം ആ മനുഷ്യന്റെ പെൻഷൻ അതിനും മതിയാവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇത്തിക്കണ്ണിയായി പിതാവിന്റെ പെൻഷൻ പറ്റി നീ സ്വന്തം പിതാവിനെപ്പനെ പീഡിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 76-ാമത്തെ വചനത്തിൽ പറയുന്നു, രണ്ടാളുകളുടെ ഉദാഹരണം പറയുന്നുണ്ട്. അതിലൊരുത്തൻ അബ്കമു ലാ യഖ്ദിറു അലാ ശൈഇൻ, ഒന്നിനും കഴിയാത്ത ഊമയായ ഒരുത്തനാണ്. വഹുവ ഖല്ലുൻ അലാ മൗലാഹു, ആ അടിമ അവന്റെ യജമാനന് ഒരു ഭാരവുമാണ്. അയനമായു വജ്ജിഹു ലാ യഅതി ബിഖൈരിൻ, എങ്ങോട്ട് ഈ ഊമയെ തിരിച്ചുവിട്ടാലും ഒരു ഖൈറും കൊണ്ടുവരികയില്ല. ഇങ്ങനെയുള്ള ഒരുത്തൻ സിറാത്തുൽ മുസ്തഖീമിലായി നന്മ കൽപ്പിക്കുന്നവരോട് സമമാകുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഇവിടെ നാട്ടിൽ വന്ന് ദഅവത്ത് നടത്തി ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുത്ത് നീതി അനുസരിച്ച് സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കേരളത്തിലെ സലഫികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കി രൂക്ഷമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അബുക്കമാണ്, അതായത് ഊമയാണ്. സത്യം ശരിക്ക് പറയാത്ത, ജനങ്ങളോട് നന്മ കൽപ്പിക്കാത്ത, ഞങ്ങളിൽ തിന്മ കണ്ടിട്ടും മൂടിവെച്ച് 2-3 കൊല്ലം കൂടെ കിടന്ന അന്ന് ശബ്ദിക്കാത്ത ഊമയായ ഒരുത്തൻ. വഹുവ കെല്ലുൻ അലാ മൗല, നിന്നെ പോറ്റി വളർത്തി സംരക്ഷിക്കുന്ന പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മൗല നിന്നെ പോറ്റി വളർത്തിയ യജമാനെ സംബന്ധിച്ചിടത്തോളം കെല്ലുൻ, ഒരു ഭാരമായി മാറിയ, എവിടെ തിരിച്ചുവിട്ടാലും ഒരു ഹൈറും വരുത്താത്ത ഈ അവസ്ഥയിൽ ഒരു ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെയോ ഞങ്ങൾ അല്പം സ്വബോധമുള്ളവരാ. നാട്ടിൽ വന്ന് റിയാദിൽ പോയി ഇടയ്ക്ക് ലീവിൽ നാട്ടിൽ വന്ന് കുറെ കാലം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ പാസ്പോർട്ട് വിസയുടെ കാലാവധി പോലും നോക്കാതെ ഇവിടെ നിന്ന് വിമാനം കയറി എയർപോർട്ടിൽ ഇറങ്ങി അവിടെ എത്തിയപ്പോഴാണ് എമിഗ്രേഷനിൽ വെച്ച് കാലം തീർന്നിരിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോ മേലോട്ട് നോക്കി അതേ ഫ്ലൈറ്റിലോ തൊട്ടടുത്ത ഫ്ലൈറ്റിലോ തിരിച്ചു പോരാൻ നാട്ടിൽ നിന്ന് നിനക്ക് പൈസ അയച്ചു തന്നതാരാൻ? ഇത്തരം ഒരു അന്തക്കേട് ഒന്നും ഞങ്ങൾക്കുണ്ടാകാറില്ല. അതിന് മാത്രം ഉള്ള ബോധം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കെല്ലുൻ അലാ മൗല, അത്തരത്തിലുള്ള നിന്റെ ചെലവും ഏറ്റെടുക്കാൻ അതിന്റെ പേരിലും ബാക്ക് ടു ഉലമയിലേക്ക് ഞങ്ങളില്ല എന്നറിയിക്കുകയാണ്. അപ്പൊ ഈ ജാതി വീമ്പ് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയേണ്ടതില്ല. ഇതൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും എന്ത് തരം ഹമാക്കത്താണ് ഈ പറയുന്നത് എന്ന്. 9-ാമതായി തൗഫീഖ് പറയുന്നത് കേട്ടുപോകരുത്, വായിക്കരുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. കേൾക്കാനും വായിക്കാനും ആർക്കും നിന്റെ സമ്മതം ആവശ്യമില്ല. കേൾക്കാനും വായിക്കാനും ഇഷ്ടം പോലെ ആളുകളുണ്ട്. 10,000-കണക്കിന് ആളുകൾ ഇതിന്റെ ശ്രോതാക്കളായുണ്ട്. വഴിവിളക്കിന്റെയും അല്ലാത്ത ഗ്രൂപ്പുകളുടെയും ആളുകൾ ഇഷ്ടം പോലെ കേട്ടുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ പ്രചരിപ്പിക്കുവാൻ ഏർപ്പെടുത്തിയ മാർഗം എന്നുള്ള നിലക്ക് അതിന് ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നിന്നെപ്പോലുള്ള ഏതെങ്കിലും നാഞ്ഞൂലുകൾ എഴുന്നേറ്റ് നിന്നാൽ നിന്നു പോകുന്നതല്ല, തൊണ്ട് തടഞ്ഞാൽ നിൽക്കുന്നതല്ല ഈ കപ്പൽ എന്ന് അല്പം ബുദ്ധിയുണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം. നിന്റെ ഒരു സപ്പോർട്ടിന്റെയും ഒരു സമ്മതത്തിന്റെയും ആവശ്യം ഇവിടെയില്ല. നീ ഇങ്ങനെ തന്നെ ഇനിയും സംസാരിക്കണം എന്നാണ് വിനീതമായി നിന്നോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. കാരണം ഇങ്ങനെ നീ പറയുമ്പോൾ ജനങ്ങൾ തന്നെ തിരിച്ചറിയും. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ആ ബോധ്യപ്പെടാൻ നിന്നെപ്പോലുള്ള ആളുകളുടെ ഇത്തരം സംസാരങ്ങൾ ഏറെ ഉപകാരപ്പെടുമെന്നതുകൊണ്ട് നീ ഈ പണി നിർത്തരുത് എന്നാണ് പറയാനുള്ളത്. പിന്നെ നീ നിയാഫ്, സാജിദ്, മൊഹ്സിനാദികളെപ്പോലെ മാളത്തിലിരുന്ന് വിഷം ചീറ്റാതെ പുറത്തേക്ക് നേരിട്ട് വിഷം തുപ്പുന്നതിലൂടെ അവരുടെ തനിനിറം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിന്റെ പിന്നിൽ ആരാണെന്നും നിന്നെക്കൊണ്ട് ആരാണ് ഈ ചൂടുള്ള വെണ്ണീരിൽ നിന്നും മാന്തിക്കുന്നത് എന്നും അതിന്റെ പിന്നിലെ ബുദ്ധികളാരെന്നും എല്ലാവർക്കും അറിയാം. അവർ മാളത്തിലിരുന്ന് വിഷം ചീറ്റുമ്പോൾ നീ പച്ചയായി തുറന്നു ചീറ്റുന്നതിൽ ആളുകൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ നിലക്ക് നിനക്കുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനെ ഈ 3 മുതൽ പേർ കാണിക്കാത്ത ഒരു ധൈര്യം നീ കാണിക്കുന്നത് ഹക്ക് പറയാനുള്ള ധൈര്യത്തിന്റെ പേരിലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല.
ധൈര്യമുണ്ടാകുന്നത് ഒന്ന് അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് ഇൽമിന്റെ അടിസ്ഥാനത്തിലാകും. രണ്ടാമത്തത് പരമ ഹംഖത്തരത്തിൽ നിന്ന് ചില ആളുകൾ ധൈര്യം കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് എടുത്തുചാടുകയും അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ വലിയ അഭ്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് വിവേകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ധൈര്യം എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് ജഹിലിൽ നിന്നുണ്ടാകുന്ന ധൈര്യമാണ്. ആ ഒരു ധൈര്യമാണ്, അതിന് പറ്റിയ ആളാണ് എന്ന് നിന്റെ കൂട്ടത്തിലുള്ള ഈ കുരുട്ടുകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നിന്നെ അവർ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ അതിലേറെ ഹൈറുണ്ട്. അതുകൊണ്ട് അഗൈതവമായ നന്ദി നിനക്ക് 1000 വട്ടം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. 10ാമത്തെ കാര്യം, കൂനു മഅസ്വാദിഖീൻ എന്ന നിന്റെ ആയത്താണ്. നിന്റെ കൂടെയുള്ളവരുടെ സിദ്ഖ് എന്താണ് അത് നീ ഒന്ന് പറയണം. എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ദുറൂഫ് എന്ന എന്നെക്കുറിച്ച് 3 കളവുകൾ പ്രചരിപ്പിച്ചത് മുമ്പൊരു സംസാരത്തിൽ, മൈരുള്ളിമട്ടയിൽ നടന്ന ഒരു സംസാരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. നുണയെ ദഴവത്താക്കിയവർ എന്ന മറ്റു തലക്കെട്ടിൽ അതാരോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ 3 കളവുകളും മദീനയിൽ വന്ന് അവനുള്ള തുല്ലാബുകളുമായി സംസാരിച്ചതിനോടനുബന്ധിച്ച് ചില ആളുകൾ പടച്ചുണ്ടാക്കിയ നുണകളാണ്. അതാര് എന്നത് ഇപ്പോഴും ബോധ്യമല്ല. ആരുമായിക്കൊള്ളട്ടെ, ആ നുണകൾ പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ അത് ചെയ്യരുതെന്നോ ഈ ചെയ്ത് തെറ്റായിപ്പോയി എന്നോ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ നിഷ്പക്ഷരായ ചില സഹോദരന്മാർ, അവർ ആ സംസാരത്തിൽ പങ്കെടുത്തവരാണ്. അതിലൊരാളുടെ വീട്ടിൽ വെച്ചും മറ്റൊരാളുടെ സാന്നിധ്യത്തിലുമാണ് ആ സംസാരം നടന്നിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു 9-10 ആളുകൾ കൂടി നിന്ന് 40 മിനിറ്റോളം 1ാമത്തെ റമദാനിൽ നമസ്കാരത്തിന് ശേഷം മദീന പള്ളിക്ക് പുറത്ത് 35-ാം നമ്പർ ഗേറ്റിന്റെ പുറത്ത് വെച്ച് സൗഹൃദത്തിൽ നടത്തിയ സംസാരമാണ്. അതിനുശേഷവും നുണ പ്രചരിപ്പിക്കപ്പെട്ടു. മറ്റൊന്ന്, ഷെയ്ഖ് അബ്ദുൽ അസീസ് റൈസർ റൈസ്, ദിയാദിലെ പണ്ഡിതൻ, ഇവിടെ കാരപ്പറമ്പിൽ വന്ന് 2 ദിവസം തങ്ങി ക്ലാസ് നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടും എന്നെ സംബന്ധിച്ച് ഒരു നുണ പ്രചരിപ്പിച്ചു. ഇത് ഇന്നുവരെ അത് പ്രചരിപ്പിച്ചവർ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട അതറിയാവുന്ന ചില ആളുകൾ അത് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞത് അൽഹംദുലില്ലാ, അവർക്ക് അല്ലാഹു അതിന് പ്രതിഫലം നൽകട്ടെ. അപ്പോ ഇതാണോ സിദ്ഖ്? ഇവരുടെ കൂടെയാണോ നീ നിൽക്കാൻ കണ്ടെത്തിയത്? ഹറമിൽ വെച്ച് തുടങ്ങിയാൽ 1000-ലേറെ പ്രതിഫലം മദീന പള്ളിയിലെ നമസ്കാരം പോലെ കിട്ടുമെന്ന് ആണ് നിങ്ങളുടെ പ്രതീക്ഷയെങ്കിൽ ആ ഇരട്ടികളായി അള്ളാഹു അർഹമായ വിധത്തിൽ അതിന്റെ ആളുകൾക്ക് നൽകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അഖീദയിലും മൻഹജിലും പിഴവുണ്ട് എന്ന് പറഞ്ഞു. പച്ചക്കളവായിരുന്നു അത് വ്യക്തമാക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. ഈ കളവാണോ സത്യസന്ധത എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ നിനക്ക് നൽകിയ ധൈര്യം? 3ാമത്തേത്, അയല സംഗമം. അയല സംഗമത്തിൽ മധ്യസ്ഥന്മാരായി കുപ്പായമിട്ട് വന്ന ചിലരുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ മധ്യസ്ഥന്മാർ ചെയ്യേണ്ടിയിരുന്നത്? ഇത് ഞാൻ മുമ്പ് സംസാരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഇന്നത് വസ്തുതയാണ്, ഇന്നത് വസ്തുതയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. മധ്യസ്ഥ കുപ്പായമിട്ട് വന്ന ആളുകളിൽ ഒരാളും അവർ അതിൽ മര്യാദക്ക് നീതി പുലർത്തിക്കൊണ്ട് സത്യസന്ധതയുടെ പക്ഷത്ത് നിന്നിട്ടില്ല. മറിച്ച് ചില ആളുകളെ പേരുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സൂചിപ്പിക്കുകയാണ്. ആ മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ നല്ല പിള്ളകളായി വന്ന മുൻപന്തിയിൽ നിന്ന ഹാഷിം സ്വലാഹി, അതുപോലെ തന്നെ അതിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത സലാഹുദ്ദീൻ നദീരി, 2 പേരും വാടാനപ്പള്ളി അത്തരിയയിലെ അധ്യാപകരാണ്. ഹാഷിം സ്വലാഹി സർക്കാർ സ്കൂളിലും ജോലി ചെയ്യുന്നു, അവിടെയും ക്ലാസ് എടുക്കുന്നുണ്ട്. സലാഹുദ്ദീൻ നദീരി അത്തരിയയിലെ ഇൽമു പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഈ 2 ആളുകളും എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ എനിക്ക് മാത്രമല്ല, എന്റെ കൂടെയുള്ളവരെന്ന്, എന്റെ കൂടെ അങ്ങനെ ആരുമില്ല, ഞാൻ ആരുടെയും ആളല്ല, ആ ആളുകൾക്ക്, ഈ ഇരിക്കുന്നവർക്കൊക്കെ അഖീദയിൽ മൻഹജ് എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾക്ക് അഖീദയിലും മൻഹജിലും പിഴവുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് നേരിട്ട് മുഖാമുഖം ശഫവിയായി ഹാഷിം സലാഹി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറുപടിയും ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ സലാഹുദ്ദീൻ നദീരി എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മധ്യസ്ഥന്മാരാണെങ്കിൽ സംഘടിപ്പിക്കേണ്ടതും സ്വാഗതം പറയേണ്ടതും മാത്രമല്ല നിങ്ങളുടെ ബാധ്യത. എന്താണോ ചർച്ചയിൽ ബോധ്യപ്പെട്ടത് ആ സത്യം ജനങ്ങളെ അറിയിക്കുക എന്നത് മധ്യസ്ഥന്മാർ എന്നുള്ള നിലക്ക് മറ്റാർക്കും ഇല്ലാത്ത ഭാരിച്ച ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ആ സത്യം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇതിന്റെ പേരിലാണ് ഇവിടെ സക്കരിയ സലാഹി വളർത്തിക്കൊണ്ടുവന്ന സലഫി കൂട്ടായ്മയിൽ ഭിന്നിപ്പുണ്ടായത്. ഈ ഭിന്നിപ്പില്ലാതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യം ഇതാണ് വസ്തുത, ഇവിടെ അഖീദയിലോ മൻഹജിലോ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് ജനങ്ങളോട് തുറന്നു പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്ന് അവർ 2 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. ഇത് പറയാത്ത കാലത്തോളം നിങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുകയില്ലെന്നും ഇത് ഖിയാമത്ത് നാൾ വരെ പൊറുക്കുകയില്ലെന്നും ഈ 2 ആളുകളോട് നേർക്കുനേരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മരിച്ചാലും പൊറുക്കില്ല. പരലോകത്ത് വെച്ച് കാണാം. ഈ ഹക്ക് ബോധ്യപ്പെട്ട സത്യം ജനങ്ങളോട് പറയാതെ
അഖീദയിലും മൻഹജിലും പിഴവ് സംഭവിച്ചുവെന്ന് വാതോരാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്കൊപ്പം നിന്ന് സംസാരിക്കുന്നവരെ കുറിച്ച് പറയാനുള്ളത് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആര് ആരോപിച്ചുവോ ആ ആരോപിതർക്കൊപ്പം തെളിയിക്കപ്പെടാത്ത നുണക്കുകൂടെ നിൽക്കുന്ന ഹാഷിം സലാഹിയും സലാഹുദ്ദീൻ നദീരിയും തത്തുല്യരായ കുറ്റവാളികളും പങ്കാളികളും അക്രമികളുമാകുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും, ബോധ്യമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ പേരിൽ അവർക്കുണ്ടാകുന്ന അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നാളെ പരലോകത്ത് വെച്ച് നമുക്കവിടെ തീർക്കാം എന്നാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ മദീനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് മധ്യസ്ഥ സമിതിയിൽ പങ്കെടുത്ത അനസ് നദീരി, ഈ അനസ് നദീരി ഇതിനു ശേഷം എന്നെ വിളിച്ച് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഈ അയല സംഗമത്തിന് ശേഷം ഞാൻ അതിൽ പങ്കാളിയല്ലെന്നും എന്നോട് നിങ്ങൾ വെറുപ്പ് വിചാരിക്കരുതെന്നും നിങ്ങൾക്ക് അഖീദയിലോ മൻഹജിലോ പിഴവുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്നും എന്ന നിലക്ക് ഒരു നിസ്സഹായ അവസ്ഥയിൽപ്പെട്ടവന്റെ കുറ്റബോധത്തോടുകൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അനസ് നദീരിയോടും എനിക്ക് വെറുപ്പില്ല, അത് നേരിട്ട് പറഞ്ഞല്ലോ, അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. മറ്റു രണ്ടാളുകളോട് ഞാനത് പറയാൻ വേറെ ചില സന്ദർഭം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. ഇതൊന്നുമില്ലാതെ ഏറ്റവും ആദ്യം ഈ വിഷയം എന്നോട് സംസാരിച്ചത് അനസ് നദീരിയാണ്. പക്ഷേ അനസ് നദീരിക്കും ഒരു കാര്യം ചെയ്യാമായിരുന്നു. മധ്യസ്ഥൻ എന്നുള്ള നിലക്ക് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു, ഞാൻ മധ്യസ്ഥനായിരുന്നു, എനിക്ക് ഇന്ന കാര്യം ബോധ്യപ്പെട്ടു, ഈ പറയുന്ന അഖീദയിലും മൻഹജിലുമുള്ള പിഴവുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനസും ഒന്നുകൂടി നിലവാരം കൂടുകയല്ലാതെ കുറയുമായിരുന്നില്ല എന്നതാണ് അനസിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതേ കാര്യം പറഞ്ഞ വേറെയും രണ്ടുപേരുണ്ട്. അവർ കടുത്ത നിങ്ങളെ പക്ഷപാതികളല്ലാത്തതുകൊണ്ടും നിഷ്പക്ഷരായതുകൊണ്ടും അവരെ പ്രത്യേകിച്ച് ഇവിടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഹക്ക് ബോധ്യപ്പെട്ടിട്ടും അക്രമികളുടെ കൂടെ നിൽക്കുക എന്നതും അക്രമികൾക്ക് കരുത്തു പകരുക എന്നതും അതിനെ പിന്താങ്ങുക എന്നതും അവരുടെ കൂടെ ഓടി നടന്ന് പലയിടത്തും മൊബൈൽ സ്ക്വാഡ് ദഅവത്ത് നടത്തുന്നു എന്നതും ഇവരാണോ സത്യസന്ധന്മാർ? പിന്നെ അതുമായി ബന്ധപ്പെട്ട നാലാമത്തെ ചോദ്യം, സക്കരിയ സലാഹി മരിക്കുന്നതിന് മുമ്പ് അല്പം മുമ്പ് പറഞ്ഞ ഒരു വോയിസ്, ഒരു ക്ലിപ്പ്, ഒരു 3 മിനിറ്റ് 4 മിനിറ്റുള്ള ഒരു ക്ലിപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ക്ലിപ്പ് പ്രചരിപ്പിച്ചവർ ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് അയല സംഗമത്തിൽ ഡോനിയാഫും അതുപോലെ തന്നെ പൊന്നാനിത്തങ്ങളും സ്വന്തം നാവുകൊണ്ട് ഏറ്റുപറഞ്ഞതാണ്. അപ്പോഴാണ് ഞങ്ങൾ അന്തം വിട്ടുപോയത്. ഇവർ ഇത് പ്രചരിപ്പിച്ചുവോ? ഈ ദഅവത്ത് നടത്തുന്ന ആളുകൾ ഈ ഒരു കാസറ്റ് പ്രചരിപ്പിച്ചുവോ? അപ്പൊ അവർ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതാണോ സത്യസന്ധത? ഇനി സലാഹിയുടെ സംസാരം അങ്ങനെ തന്നെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് മറ്റൊരു കോലം. എന്നാൽ ആദ്യകാലത്ത് നേർക്കുനേരെ പ്രചരിപ്പിക്കുകയും തിരിച്ചടിക്കുന്നു കണ്ടപ്പോൾ അതിന്റെ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലുമുള്ള പ്രധാനപ്പെട്ട സലാഹിയുടെ ചില വാക്കുകൾ മുറിച്ചുമാറ്റി 1 അല്ല 2 അല്ല 3 വെട്ട് തലയും വാലും മധ്യവും വെട്ടി പ്രചരിപ്പിക്കുന്ന ആളുകൾ നിങ്ങളെയും ഞങ്ങൾ പരലോകത്തേക്ക് വിടുന്നു. പരലോകമെന്നത് അതിനുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് പിൻബലം നൽകുന്നത്. നിങ്ങളെപ്പോലുള്ള കള്ളന്മാരും നുണയന്മാരും അക്രമികളുമായ അതിക്രമം കാണിക്കുന്ന ആളുകളെ നാളെ മഹ്ശറിൽ വെച്ച് കാണാമല്ലോ എന്നൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അവിടെ കാണാം. എന്താണ് ആ കട്ടുമുറിയും വെട്ടുമുറിയും? ഇത് നിന്നോടായിട്ട് പറയുകയാണ്. സലാഹിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഏതോ ഒരു സഹോദരനോട് പറഞ്ഞതാണ്, അത് നിന്നോടായിട്ട് പറയുകയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇത് മറ്റാരോടും പറയേണ്ടതല്ല. പിന്നെയോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടക്ക് സലാഹി പറയുന്നുണ്ട്, പൊതുജനങ്ങളോട് പറയാൻ വയ്യ. അപ്പൊ ഇത് പൊതുജനങ്ങളോട് പറയേണ്ട കാര്യമല്ല, നിന്നോടായിട്ട് പറയുകയാണ്. അവസാനം വോയിസ് അവസാനിപ്പിക്കുമ്പോൾ സലാഹി പറയുന്നു, നീ ആർക്കും ഷെയർ ചെയ്യേണ്ട, നീ ആർക്കും ഷെയർ ചെയ്യേണ്ട. ഈ പറയുന്ന 3 ഭാഗങ്ങൾ മുറിച്ചുമാറ്റി സക്കരിയ സലാഹി എനിക്കെതിരെ നടത്തിയ ഒരു പൊതുകുറ്റാരോപണമായി വരുത്തി ഈ കൈവെട്ട് നടത്തിയവൻ ആരാണോ അവൻ ആ കൈവെട്ട് നടത്താൻ ഉപയോഗിച്ച ലാപ്ടോപ്പും ഫോണും അത് പ്രചരിപ്പിച്ച ആളുകൾ അവരുടെ മൊബൈലുകളും അവരുടെ ഈ ഇളകുന്ന എല്ലുകൾക്കിടയിലുള്ള മാംസക്കഷ്ണമെന്നയ നാവുമായി നാളെ പരലോകത്ത് വരും എന്ന് മാത്രമേ ഈ ആളുകളോട് പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് വെട്ടിമുറിച്ച് പ്രചരിപ്പിക്കുന്നവർ ഇവർ ആരാണ്? ഇവരെ ശ്രോതാക്കളെ നിങ്ങൾ തിരിച്ചറിയണം. സക്കരിയ സലാഹി റഹിമഹുല്ലാ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സലഫിയത്തില്ലെന്നും സലഫിയത്ത് പോരെന്നും അദ്ദേഹത്തിന്റെ കൂടെ പങ്കെടുക്കുന്നത് എനിക്കിഷ്ടമല്ലെന്നും പച്ചയായി പ്രഖ്യാപിച്ച് മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് ഒരു ഒത്തുതീർപ്പിന് സലാഹി ശ്രമിക്കുന്നത് വരെ സലാഹിയെ വെട്ടിമുറിക്കാൻ ശ്രമിച്ച ആളുകൾ തന്നെയാണ് മരണശേഷം ബർസഖിൽ പോലും സലാഹിയെ വിടാതെ ഈ പറയുന്ന സലാഹി ഇഷ്ടപ്പെടാത്ത ഈ ക്ലിപ്പുകളുമായി ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്നത് ശ്രോതാക്കൾ മനസ്സിലാക്കണം. ആരാണ് കള്ളന്മാർ?
ആരാണ് അക്രമികൾ, ആരുടെ ഭാഗത്താണ് സത്യസന്ധതയുള്ളത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഈ വെട്ടിമുറിക്കാൻ ഉപയോഗിച്ച ലാപ്ടോപ്പും അത് നടത്തിയവൻ ഏത് ക്രൂരനാണോ അവനും അത് പ്രചരിപ്പിച്ച ക്രൂരന്മാരും ഈ കാസറ്റുകളും നാളെ പരലോകത്ത് വരും. സക്കരിയ സലാഹി റഹിമഹുല്ലയും നാളെ പരലോകത്തുണ്ടാകും, ഞങ്ങളും ഉണ്ടാകും. നമുക്ക് അവിടെ വെച്ച് കാണാം. അവിടെ ബാക്ക് ടു ഒലമക്ക് ആവശ്യമില്ല, ടിക്കറ്റും വിസയും വേണ്ട, അവിടെ റെഡിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾക്ക് ഉള്ള വാഗ്ദത്ത സമയം അതാണെന്ന ഖുർആനിന്റെ താക്കീത് നിങ്ങളെ ഞങ്ങൾ ഉറപ്പെടുത്തുകയാണ്. ഇനി ഈ ആയത്ത് കൂനു മഅ സാദിഖീൻ എന്ന ആയത്ത് തൗഫീഖ് ഓതിയതിൽ ഒരത്ഭുതവുമില്ല. ഇത് നിനക്ക് മുമ്പ് നിന്നെ ഇതിലേക്ക് എത്തിച്ച സാജിദ് സക്കരിയ സലാഹി സത്യസന്ധനല്ലെന്നും അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാൻ പാടില്ലെന്നും പറയാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരത്തിന്റെ അവസാനത്തിൽ ഊതിയ ആയത്താണ്. നീ അവിടെ നിന്നേക്കും ഉസ്വത്തുൻ ഹസന സ്വീകരിച്ചത്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം കൂനു മഅ സാദിഖീൻ എന്ന ആയത്ത് സാജിദ് ഓതിയ പോലെ അവസാനത്തിൽ നീയും ഓതുന്നു. അതുകൊണ്ട് തന്നെ ഇതിലും അത്ഭുതമില്ല. മുമ്പേ ഗമിക്കുന്ന ഗോപുതൻ പിമ്പേ ഗമിക്കുന്നു ബഹുഗോക്കളെല്ലാം എന്നതാണ് ഇവിടെ ആവർത്തിക്കാനുള്ളത്. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നീ റിയാദിലേക്ക് ഡ്രൈവർ വിസയിൽ പോയതിന് ശേഷം നീ നടത്തിയ സംസാരങ്ങളിൽ പലരും നിന്നോട് നേരിട്ട് ഫോണിൽ വാട്സപ്പിലൂടെയും അല്ലാതെ ഡയറക്റ്റ് മെസ്സേജും ഒക്കെ അയച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ നീ നടത്തിയ ഒരു സംസാരമുണ്ട്. ആ സംസാരവും നിലവിലുണ്ട്, നശിച്ചു പോയതൊന്നുമല്ല, ആരുടെയെങ്കിലും ഫോണിലുണ്ടാവും. അതിൽ നീ പറഞ്ഞതെന്താ? ഇവിടെ ഞങ്ങളിൽ ഓരോരുത്തരും, ഇവിടെ നീ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഞാനും ശംസുദ്ദീൻ പാലത്തും ബഷീർ സലഫിയും അടക്കമുള്ള എല്ലാവരുടെയും എല്ലാ സംസാരങ്ങളും എല്ലാ ക്ലാസുകളും എല്ലാ ലേഖനങ്ങളും പഠനത്തിന് വിധേയമാക്കണം. ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതിന് സമയം പിടിക്കും, എന്നാലും അത് ഞാൻ പരിശോധിക്കും. എന്നിട്ട് അതിൽ എവിടെയൊക്കെ എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചു എന്ന് ഞാൻ വെളിപ്പെടുത്തും എന്ന ഒരു വാഗ്ദാനം കേരളത്തിലെ സലഫികളോട് നീ നടത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്കിനി നൽകിയൊരു മുന്നറിയിപ്പും താക്കീതുമായിരുന്നു. ഞങ്ങളത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഒരക്ഷരം പോലും, ഒരാളുടെ ഒരു പ്രസംഗം പോലും പരിശോധിച്ച് അതിൽ ഇന്ന അപാകതയുണ്ട് എന്ന് പറയാതെ നിന്റെ ഈ ഗീർവാണം വീണ്ടും ഇവിടെ മുഴങ്ങുമ്പോൾ ഇത് ശൈത്താൻ ബാങ്ക് കേൾക്കുമ്പോൾ ഓടിപ്പോകുന്ന ലുറാത്തിന്റെ സ്ഥാനം മാത്രമാണ്, അല്ലെങ്കിൽ അതേ തരത്തിൽപ്പെട്ടതാണ് എന്നാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, വിലയിരുത്തുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിന്റെ മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നീ രംഗം വിട്ടോടരുത് എന്ന് നിന്നോട് ഞങ്ങൾ ഉപദേശിക്കുകയാണ്. നിനക്ക് ആര് ധൈര്യം നൽകുന്നുവോ അവർ നിനക്ക് ഇനിയും ധൈര്യം നൽകട്ടെ. നമുക്കിനി വീണ്ടും കാണാം, എന്നിട്ട് ഇരുന്ന് സംസാരിക്കാം. അതിനുശേഷം പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോകാം. അതുകൊണ്ട് ഇനി മേലിൽ ഇതിന് മറുപടിയെ പറയാതെ ഈ ഗീർവാണവുമായി വരരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.